നമ്മുടെ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ 8 ഗ്രഹങ്ങളുണ്ടെന്ന് പെട്ടെന്ന് നമ്മൾ പറയും. എന്നാൽ 8 ഗ്രഹങ്ങൾക്കും അപ്പുറം ഒരുപാട് അകലെ സൗരയൂഥത്തിന്റെ തണുത്തു മരവിച്ച അതിരുകളിൽ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യ ഗ്രഹമുണ്ട്. അതാണ് പ്ലാനറ്റ് 9. ഏറെ കാലങ്ങളായി ജ്യോതിശാസ്ത്രജ്ഞരെ എല്ലാം ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു വിചിത്രമായ പ്രതിഭാസമാണ് പ്ലാനറ്റ് 9. കാരണം ഇങ്ങനൊരു ലോകം നിലനിൽക്കുന്നുണ്ടെന്ന സൂചനകളും അടയാളങ്ങളുമൊക്കെ പല തവണ ലഭിച്ചിട്ടും അതിനുവേണ്ടി സൗരയൂഥത്തിന്റെ അതിരുകളിൽ പല പതിറ്റാണ്ടുകളോളം തിരഞ്ഞിട്ടും അങ്ങനൊരു ഗ്രഹത്തിനെ ഇതുവരേക്കും കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ പിന്നെ ആ നിഗൂഢമായ 9ാമത്തെ ഗ്രഹം എവിടെയാണ്? എന്തുകൊണ്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കാത്തത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗ്രഹം നിലനിൽക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഗ്രഹങ്ങളെ കണ്ടെത്തുക എന്നത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ്. ഭൂമിയുടെ ഏറ്റവും സമീപത്തുള്ള വീനസിനെയും മാർസിനെയും പോലും ആകാശത്തിലെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 4000 വർഷങ്ങൾക്ക് മുന്നേ ജ്യോതിശാസ്ത്രജ്ഞർ സാങ്കേതിക വിദ്യകളുടെ സഹായമൊന്നുമില്ലാതെ അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് വെറും നിരീക്ഷണങ്ങളിലൂടെ മാത്രം ഗ്രഹങ്ങളെ നക്ഷത്രങ്ങളിൽ നിന്നും വേർതിരിച്ചറിഞ്ഞിരുന്നുവെന്ന വസ്തുത ശരിക്കും അത്ഭുതം തന്നെയാണ്. രാത്രി ആകാശത്തിനെ അവർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. ആകാശത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾ സമീപത്തുള്ളവയാണെന്നും സുസ്ഥിരമായി നിൽക്കുന്നവയെല്ലാം ഒരുപാട് അകലെയുള്ളവയാണെന്നും അവർ തിരിച്ചറിഞ്ഞിരുന്നു. നക്ഷത്രങ്ങളെല്ലാം ഒരുപാട് അകലെയായതിനാൽ അവയെല്ലാം നമ്മുടെ ആകാശത്തിൽ അനങ്ങാതെ നിൽക്കുന്നതായിട്ട് തോന്നും. എന്നാൽ ഗ്രഹങ്ങളാണെങ്കിൽ നേരെ തിരിച്ചുമാണ്. അങ്ങനെയാണ് പുരാതന കാലത്തിലെ ജ്യോതിശാസ്ത്രജ്ഞർ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും തമ്മിൽ തിരിച്ചറിഞ്ഞിരുന്നത്. ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ കാലങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണിത്. സോളാർ സിസ്റ്റത്തിലെ ആദ്യത്തെ 6 ഗ്രഹങ്ങളെയും, അതായത് മെർക്കുറി മുതൽ സാറ്റേൺ വരെയുള്ള ഗ്രഹങ്ങളെ ഈ ഒരു മാർഗത്തിലൂടെ കണ്ടെത്താനാകും. പക്ഷേ അതിനപ്പുറമുള്ള ഗ്രഹങ്ങളെ ഈ ഒരു രീതിയിലൂടെ കണ്ടെത്താനാകില്ല. കാരണം നമ്മിൽ നിന്നുമുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാതാകും. അതുമാത്രമല്ല, ദൂരം കൂടുന്നതിനനുസരിച്ച് അവ ആകാശത്തിൽ അനങ്ങാതെ നിൽക്കുന്നതായിട്ടും നമുക്ക് തോന്നും. അങ്ങനെയാണ് സാറ്റേണിനും അപ്പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടെത്താൻ വൈകിയത്. ടെലിസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷവും വീണ്ടും ഏകദേശം 2 നൂറ്റാണ്ടുകളോളം കഴിഞ്ഞപ്പോഴാണ് യുറാനസിനെ കണ്ടെത്താനായത്. അതും തികച്ചും യാദർശികമായിട്ടാണ് അതിനെ കണ്ടെത്തിയത്. യുറാനസിനെ കണ്ടെത്തിയ ശേഷമാണ് യഥാർത്ഥത്തിൽ യുറാനസിനെ പണ്ടും ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന കാര്യം തിരിച്ചറിഞ്ഞത്. 2000 വർഷങ്ങൾക്ക് മുൻപുള്ള ലിഖിതങ്ങളിൽ പോലും യുറാനസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം യുറാനസിനെ അകലെയുള്ള ഒരു നക്ഷത്രമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. യുറാനസിനെ കണ്ടെത്തിയപ്പോൾ ഇതുപോലെ ഇനി യുറാനസിനും അപ്പുറത്ത് വേറെയും ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചു. അങ്ങനെ അവർ അതിനുവേണ്ടി ധാരാളം തിരച്ചിലുകൾ നടത്തി. എന്നാൽ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ ടെലിസ്കോപ്പിലൂടെ മാത്രമല്ല. ആദ്യം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലൂടെയാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. യുറാനസിനെ നിരീക്ഷിച്ചപ്പോൾ അതിന്റെ ഭ്രമണപഥത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. എന്തെന്നാൽ അതിൽ ഒരു അദൃശ്യമായ വസ്തുവിന്റെ ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രഭാവമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വസ്തു അതിനെ പിടിച്ചു വലിക്കുന്നുണ്ടായിരിക്കുമെന്ന് സംശയിച്ച ശാസ്ത്രജ്ഞർ മാത്തമാറ്റിക്സിന്റെ സഹായത്തോടെ നെപ്റ്റ്യൂൺ എവിടെയായിരിക്കുമെന്ന് പ്രവചിച്ചു. തുടർന്നുള്ള നിരീക്ഷണത്തിൽ പ്രവചിച്ച കൃത്യമായ സ്ഥലത്തിൽ തന്നെ അവർക്ക് നെപ്റ്റ്യൂണിനെ കണ്ടെത്താനായി. നേരത്തെ യുറാനസിന്റെ കാര്യം പോലെ തന്നെ നെപ്റ്റ്യൂണിനെയും യഥാർത്ഥത്തിൽ പണ്ട് ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടിട്ടുണ്ടായിരുന്നു. ഗലീലിയോയും നെപ്റ്റ്യൂണിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതൊരുപാട് അകലെയുള്ള ഏതോ ഒരു നക്ഷത്രമാണെന്നാണ് അവരെല്ലാം കരുതിയത്. എന്തായാലും നെപ്റ്റ്യൂണിന്റെ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം നേരിട്ട് നിരീക്ഷിക്കുന്നതിന് മുന്നേ വെറും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലൂടെ മാത്രം ആദ്യമായിട്ടൊരു ഗ്രഹത്തിനെ കണ്ടെത്തിയതാണ് നെപ്റ്റ്യൂൺ. അതിനാൽ മറ്റൊരു ഗ്രഹത്തിനെ കണ്ടെത്താനും അതേ മാർഗം തന്നെ ജ്യോതിശാസ്ത്രജ്ഞർ വീണ്ടും ഉപയോഗിച്ചു. 1903 പ്ലാനറ്റ് എക്സിന്റെ കഥ തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു അമേരിക്കൻ വ്യാപാരിയും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്ന പേഴ്സിവൽ ലോവൽ ഒരു പുസ്തകമെഴുതി. യുറാനസിന്റെ ഭ്രമണപഥത്തിലുള്ള പ്രശ്നത്തിന്റെ കാരണം ശരിക്കും നെപ്റ്റ്യൂണല്ല, യുറാനസിന്റെ മാത്രമല്ല സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെയും ഓർബിറ്റിലുള്ള ചെറിയ വ്യതിയാനങ്ങളും പ്രശ്നങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ നെപ്റ്റ്യൂണിനും അപ്പുറത്തുള്ള മറ്റൊരു ഗ്രഹം കാരണമുണ്ടാകുന്നതാണെന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത്. ആ ഗ്രഹത്തിന് അദ്ദേഹം തന്നെ ഒരു പേരും നൽകി. അതാണ് പ്ലാനറ്റ് എക്സ്.
വെറുതെ പുസ്തകത്തിൽ എഴുതുക മാത്രമല്ല, അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങളും നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ പ്ലാനറ്റ് എക്സിനെ കണ്ടെത്താൻ വേണ്ടി മാത്രം അദ്ദേഹം മാറ്റിവെച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷവും അന്വേഷണം തുടരാൻ ദശലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹം തന്റെ ശാസ്ത്ര സംഘത്തിന് ഡൊണേറ്റ് ചെയ്തത്. അതൊക്കെയാണ് ഡെഡിക്കേഷൻ. അങ്ങനെ പ്ലാനറ്റ് എക്സിന് വേണ്ടി നടത്തിയ തിരച്ചിലിനിടയിലാണ് 1930 പ്ലൂട്ടോയെ കണ്ടെത്തിയത്. എന്നാൽ ഇത് പ്ലാനറ്റ് എക്സ് അല്ല എന്ന കാര്യം ആദ്യമേ തന്നെ അവർക്കറിയാമായിരുന്നു. കാരണം ലോവലിന്റെ നിഗമനപ്രകാരം പ്ലാനറ്റ് എക്സിന് നെപ്റ്റ്യൂണിനേക്കാൾ വലിപ്പമുണ്ടായിരിക്കണം. എന്തായാലും പ്ലാനറ്റ് എക്സിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 നൂറ്റാണ്ടിൽ കൂടുതൽ കാലമായിട്ടും ഇതുവരേക്കും അതിന്റെ യാതൊരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പ്ലാനറ്റ് എക്സ് ഉണ്ടെന്ന് കരുതുന്നത്? യുറാനസിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ കൈപ്പർ ബെൽറ്റിലുള്ള ചില വസ്തുക്കളെ നിരീക്ഷിച്ചപ്പോൾ അവയുടെ ഭ്രമണപഥങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമാണെന്ന കാര്യം മനസ്സിലായി. നെപ്റ്റ്യൂണിനും അപ്പുറം സൂര്യനിൽ നിന്നും ഏകദേശം 450 കോടി കിലോമീറ്റർ മുതൽ 800 കോടി കിലോമീറ്ററുകൾക്ക് അകലെ വരെയുള്ള ഒരു മേഖലയാണ് കൈപ്പർ ബെൽറ്റ്. ആസ്ട്രോയിഡ് ബെൽറ്റ് പോലെ കൈപ്പർ ബെൽറ്റ് നിറയെ ചെറിയ ചെറിയ ആസ്ട്രോയിഡ്സും കോമറ്റ്സും പാറകളുമൊക്കെ കൊണ്ട് നിറഞ്ഞതാണ്. അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞരായ മൈക്കൽ ബ്രൗണും കോൺസ്റ്റന്റൈൻ ബാച്ചിഗനും ചേർന്ന് 2006 കൈപ്പർ ബെൽറ്റിനെ കുറിച്ച് നടത്തിയ പഠനത്തിൽ കൈപ്പർ ബെൽറ്റിലുള്ള 14 വസ്തുക്കൾ സൂര്യന് ചുറ്റും വലം വെക്കുന്നതിനിടയിൽ ഒരിടത്തെത്തുമ്പോൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. അതിനപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന പ്ലാനറ്റ് എക്സിന്റെ ഗ്രാവിറ്റി കാരണമാണ് ഈ വസ്തുക്കളുടെയൊക്കെ ഓർബിറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അവരുടെ നിഗമനം ശരിയാണെങ്കിൽ പ്ലാനറ്റ് എക്സിന് കുറഞ്ഞത് നമ്മുടെ ഭൂമിയുടെ 5 മടങ്ങ് മാസ് എങ്കിലും ഉണ്ടായിരിക്കും. സൂര്യനിൽ നിന്നും ഏകദേശം 4500 കോടി കിലോമീറ്ററുകൾക്കും 7500 കോടി കിലോമീറ്ററുകൾക്കും ഇടയിലാണ് പ്ലാനറ്റ് എക്സ് നിലനിൽക്കുന്നത്. 4500 കോടി എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്നും നെപ്റ്റ്യൂൺ വരെയുള്ള ദൂരത്തിന്റെ 10 മടങ്ങ് ദൂരത്തിൽ. നെപ്റ്റ്യൂണിന് ഒരു തവണ സൂര്യനെ വലമിക്കാൻ 165 വർഷങ്ങളെടുക്കും. എന്നാൽ പ്ലാനറ്റ് എക്സ് ഇത്രയും ദൂരത്തിലായതിനാൽ അതിനൊരു തവണ സൂര്യനെ വലം വെക്കണമെങ്കിൽ 10,000 വർഷങ്ങളിൽ കൂടുതൽ സമയം വേണം. ഇത്രയും ദൂരത്തിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് സൂര്യനെ നോക്കിയാൽ സൂര്യന് മറ്റ് നക്ഷത്രങ്ങളുടെ അത്ര തിളക്കം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നുവെച്ചാൽ പകൽ സമയത്തിൽ പോലും അവിടെ അന്ധകാരമായിരിക്കും. പ്ലാനറ്റ് എക്സ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ രൂപം കൊണ്ടതാണോ, അതോ പുറത്തു നിന്നും സോളാർ സിസ്റ്റത്തിലേക്ക് വന്നതാണോ, അതോ മറ്റൊരു നക്ഷത്രവ്യൂഹം സോളാർ സിസ്റ്റത്തിന് സമീപത്തുകൂടെ പോയപ്പോൾ സൂര്യന്റെ ഗ്രാവിറ്റിയിൽ പെട്ടുപോയതാണോ എന്നത് നിലവിൽ വലിയൊരു സംശയമാണ്. ഒരു വിഭാഗം ജ്യോതിശാസ്ത്രജ്ഞർ പ്ലാനറ്റ് എക്സ് നിലനിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഗ്രഹം ഇല്ല എന്നാണ് മറ്റൊരു വിഭാഗം കരുതുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായും 2020 നടത്തിയ ഡാർക്ക് എനർജി സർവേ എന്ന പഠനത്തിൽ കൈപ്പർ ബെൽറ്റിലുള്ള ആയിരക്കണക്കിന് വസ്തുക്കളെ അവർ നിരീക്ഷിച്ചു. പക്ഷേ അതിലൊരു വസ്തുവിന്റെ ഓർബിറ്റിലും യാതൊരു പ്രശ്നങ്ങളും അവർക്ക് കാണാൻ സാധിച്ചില്ല. പിന്നീട് നടത്തിയ ഔട്ടർ സോളാർ സിസ്റ്റം ഒറിജിൻസ് എന്ന മറ്റൊരു പഠനത്തിലും അവിടെയുള്ള വസ്തുക്കളുടെ ഓർബിറ്റിൽ ഒരു തരത്തിലുമുള്ള അസ്വാഭാവികതകളും കണ്ടെത്താനായില്ല. അത് പ്ലാനറ്റ് എക്സ് നിലനിൽക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണമായി. അങ്ങനെയെങ്കിൽ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞരായ മൈക്കിളും കോൺസ്റ്റന്റൈനും കണ്ടെത്തിയത് തെറ്റായിരുന്നോ? അവർ കണ്ട 14 വസ്തുക്കളുടെ ഓർബിറ്റുകളിലെ അസ്വാഭാവികതകളും അവയെല്ലാം ഒരുമിച്ച് കൂടിയതും ഒരുപക്ഷെ അവർ നിരീക്ഷിച്ച സമയത്തിൽ താൽക്കാലികമായിട്ട് സംഭവിച്ചതായിരിക്കാം. അതുകൊണ്ടായിരിക്കും പിന്നീട് നിരീക്ഷിച്ചപ്പോൾ അത് കാണാത്തത്. അതിന്റെ കാരണം ചിലപ്പോൾ അവയ്ക്ക് സമീപത്ത് കൂടെ നെപ്റ്റ്യൂൺ കടന്നു പോയതിനാലാകുമെന്നാണ് ചില ജ്യോതിശാസ്ത്രജ്ഞർ കരുതുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കൃത്യമായ ഡേറ്റയുടെ അഭാവത്തിനാൽ അവയുടെ ഓർബിറ്റിൽ കുഴപ്പമുള്ളതായിട്ട് തോന്നിയതുമായിരിക്കാം. എന്നാൽ പ്ലാനറ്റ് എക്സ് എന്നൊരു ഗ്രഹം ശരിക്കുമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കതിനെ ഇതുവരെ കണ്ടെത്താനാകാത്തതെന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. കൈപ്പർ ബെൽറ്റിനും അപ്പുറത്തുള്ള ഏതാനും ചില കിലോമീറ്ററുകളോളം വലിപ്പമുള്ള ചെറിയ വസ്തുക്കളെ പോലും നമ്മുടെ ഒബ്സർവേറ്ററുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും വലിയൊരു ഗ്രഹത്തിനെ എന്തുകൊണ്ടാണ് നമുക്ക് കണ്ടെത്താൻ പറ്റാത്തത്? പണ്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വെച്ച് നിരീക്ഷിച്ചപ്പോൾ ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ടാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. എന്നാൽ ബ്രൗണിന്റെയും ബാറ്റിഗിന്റെയും കാൽക്കുലേഷൻസിലൂടെ ഇത്രയും കാലമായിട്ടും അത് കണ്ടെത്തിയിട്ടില്ല. പ്ലാനറ്റ് എക്സ് നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന ഭൂരിഭാഗം മേഖലകളെയും വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ജ്യോതിശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും യാതൊരു ഫലവും കണ്ടെത്താനായില്ല. ഈ നിരീക്ഷണങ്ങളിലൂടെ പ്ലാനറ്റ് എക്സിനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും അതിനു പകരം പല പ്രകാശവർഷങ്ങൾക്കകലെയുള്ള നിരവധി റോഗ് പ്ലാനറ്റ്സിനെയും ബ്രൗൺ ഡ്വാർഫ് പ്ലാനറ്റ്സിനെയും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലാനറ്റ് എക്സിന് വേണ്ടിയുള്ള തിരച്ചിലുകളൊന്നും എന്തായാലും പാഴല്ല.
ഇതൊക്കെ പറയുമ്പോഴും പ്ലാനറ്റ് എക്സിന്റെ സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാനുമാകില്ല. പ്ലാനറ്റ് എക്സ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കിതിനെ കണ്ടെത്താനാകുന്നില്ല എന്ന ചോദ്യത്തിന് ചില വിശദീകരണങ്ങളുണ്ട്. 10,000 വർഷങ്ങളാണ് പ്ലാനറ്റ് എക്സിന്റെ ഓർബിറ്റൽ പീരീഡ്. ഇത്രയും ദൂരത്തിലൂടെ വലം വയ്ക്കുന്ന വസ്തുക്കളുടെ ഭ്രമണപഥം സാധാരണ വളരെയധികം എലിപ്റ്റിക്കൽ ആയിരിക്കും. ഒരുപക്ഷെ ഇപ്പോൾ പ്ലാനറ്റ് എക്സ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ഓർബിറ്റിന്റെ അഫീലിയനിലായിരിക്കാം. അഫീലിയൻ എന്ന് വെച്ചാൽ സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള പോയിന്റ്. അത്രയും ദൂരത്തിലാണെങ്കിൽ എത്ര വലിയ ഗ്രഹമാണെങ്കിൽ പോലും അത് തീരെ മങ്ങിയതായിരിക്കും. മങ്ങിയതെന്ന് പറയുന്നതിനേക്കാൾ അത് പൂർണ്ണമായും അന്ധകാരത്തിലായിരിക്കും. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചാൽ പോലും നമുക്കതിനെ എളുപ്പത്തിൽ കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും പ്രകാശപൂരിതമായ വസ്തുവിന്റെ മുന്നിലായിരിക്കും ഇപ്പോഴത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രകാശം കാരണം ഇതിനെ നമുക്ക് കാണാൻ പറ്റാത്തതായിരിക്കാം. ചിലപ്പോൾ പണ്ടേ തന്നെ ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് പണ്ട് യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും ഒക്കെ കണ്ടിട്ടുള്ളത് പോലെ. പക്ഷേ നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവായിട്ട് പരിഗണിക്കുന്നതോ ഒക്കെ ആയിരിക്കാം. എന്തായാലും പ്ലാനറ്റ് എക്സ് നിലനിൽക്കാനുള്ള സാധ്യതകൾ തീർച്ചയായും ഉണ്ടെങ്കിലും നിലവിൽ ഇതുവരെ അതിന്റെ യാതൊരു തെളിവുകളും കണ്ടെത്തിയിട്ടില്ല. എങ്കിലും അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങളൊന്നും ഇതുവരെ അവസാനിപ്പിച്ചിട്ടുമില്ല. നിരവധി ശാസ്ത്ര സംഘങ്ങളാണ് സജീവമായിട്ട് പ്ലാനറ്റ് എക്സിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്ലാനറ്റ് എക്സ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത പതിറ്റാണ്ടിനുള്ളിൽ തന്നെ നമുക്കതിനെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ കരുതുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.